വെള്ളം ഇപ്പം കറുത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് വെള്ളം. കൊതുകാണെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പോലും വയ്യ. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്മെല്ലുള്ളത് കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. രോഗങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല. മുപ്പതോളം വീടുകളുടെ മുറ്റത്ത് ജനങ്ങൾ ഇതേ കാര്യമാണ് ആവർത്തിക്കുന്നത്. തിരുവല്ല നഗരസഭയിലെ 23-ാം വാർഡിലെ ജനങ്ങൾക്ക് ഒന്നറയ്ക്കാതെ വീട്ടിലേക്ക് പ്രവേശിക്കാനാകില്ല. എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ്. തിരുവല്ലയിലെ തിരുവാറ്റപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഈ ബണ്ട് മഴ ശക്തിയായതോടെ ദുരിതത്തിന് കാരണമായെന്നാണ് ജനങ്ങൾ പറയുന്നത്. മന്ത്രിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, MLA-യോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. ഞാൻ PWDയിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കോൺട്രാക്ടറെ വിളിച്ച് ബണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. ആദ്യം പരാതി കൊടുത്തപ്പോൾ അവർ ശകലം കട്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് പോരാ, നമുക്ക് നല്ലതായിട്ട് ബണ്ട് തുറന്നു വിട്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒത്തിരി ദുരിതമാണ് അവരനുഭവിക്കുകയാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ആകെ അവർക്ക് അസുഖങ്ങളും കാലിന് ചൊറിച്ചിൽ, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. പ്രദേശത്തെ ജനങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഈ ഭാഗത്ത് താമസിക്കുന്ന മിക്കവാറും എല്ലാവരും ഒന്നീ ഹാർട്ടിന് രോഗമുള്ളവർ, അല്ലെങ്കിൽ കാല് വയ്യാത്തവർ, കിഡ്നി പ്രോബ്ലമുള്ള അങ്ങനെയുള്ള രോഗികളാണ് ഇവിടെ താമസിക്കുന്നതല്ല. ഒന്ന് ഹോസ്പിറ്റലിൽ പോകുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും എല്ലാവരും ഈ ചീത്ത വെള്ളത്തിൽ കൂടെയാണ് നടക്കുന്നത്. ഇവിടെയുള്ള മനുഷ്യർക്ക് എത്ര ബുദ്ധിമുട്ട് വരുത്താമോ അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അധികാരികൾ ചെയ്യുന്നത്. ബണ്ട് പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്രതികരണം. ഇത് അധികാരികൾ കണ്ണ് തുറന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാ മക്കളും കൂടെ കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ JCB കൊണ്ടുപോയി മുഴുവൻ ഇളക്കിക്കളയും. വരാനിരിക്കുന്ന ദുരിതം അറിഞ്ഞു കണ്ട് പരിഹരിക്കണമെന്ന് അപേക്ഷിച്ചവരാണ് ഇപ്പോൾ അതേ ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്. കൈയൊഴിയാതെ കാക്കേണ്ടത് അധികൃതരാണ്. ജയചന്ദ്രൻ പുലപ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.